നമസ്കാരം. കാലിഫോർണിയയിലേക്ക് ചരക്ക് കയറ്റി അയക്കുന്ന ഒരു ദാസനും വിജയനും വേണ്ടി നമ്മുടെ ഗഫൂർക്ക ദുബായ് കടപ്പുറം വഴി തിരിച്ചുവിട്ട് അന്ന് മുതൽ കാണണം എന്നാഗ്രഹിച്ച ഒരു സ്റ്റേറ്റാണ് കാലിഫോർണിയ. നിങ്ങൾ കലണ്ടർ താളുകളിലും കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പുകളിലുമൊക്കെ കണ്ട പല ചിത്രങ്ങളും ഈ കാലിഫോർണിയയിലെ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അനേകം പ്രകൃതി ഭംഗികളുണ്ട് ഇവിടെ. നമ്മൾ റോഡ് ട്രിപ്പ് നടത്തുന്നുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി കാണുന്നുണ്ട്. നിങ്ങൾക്കും കൂടെ കൂടാം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാൻ ഫ്രാൻസിസ്കോയിലെ വളരെ പ്രശസ്തമായ പിയർ 39 നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നിലവിളി ശബ്ദം കേൾക്കാൻ സാധിക്കും. ആ നിലവിളി ശബ്ദം പിയർ 39 വളരെ പ്രശസ്തമായിട്ടുള്ള സീ ലയൺസിന്റെ നിലവിളിയാണ്. നമ്മൾ സാധാരണ അക്വേറിയത്തിലൊക്കെ മാത്രം കാണാൻ സാധിക്കുന്ന ഇത്രയും സീ ലയൺസ് 1989 ഒരു ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇവിടെ വന്ന് കുടിയേറി പാർത്തതാണ്. അതിനുശേഷം ഇതുവരെ ഈ സ്ഥലം വിട്ട് അവർ പോയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ്. ആളുകൾ കൂടി നിന്ന് തൊട്ടടുത്ത് സീ ലയൺസിനെ ഇത്രയും എണ്ണത്തിനെ കാണുന്നുണ്ട്. പക്ഷേ ശബ്ദം വളരെ അരോചകമാണ് എന്നേ ഉള്ളൂ. ഈ പിയർ 39 നിൽക്കുമ്പോൾ തന്നെ ദൂരെ നമുക്ക് മഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ പ്രശസ്തമായിട്ടുള്ള ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല മറ്റൊരു സംഭവം കൂടിയുണ്ട്. അങ്ങ് ദൂരെ നമുക്കൊരു ഐലൻഡ് കാണാൻ സാധിക്കും. അത് കാലിഫോർണിയയിലെ പ്രശസ്തമായിട്ടുള്ള അൽക്കാട്രസ് ഐലൻഡ് ആണ്. ഈ അൽക്കാട്രസ് ഐലൻഡില് ഒരു പ്രിസൺ ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ലോകത്തിലെ ഏറ്റവും സുരക്ഷയേറിയ ജയിൽ എന്നാണ് ഈ അൽക്കാട്രസ് ഐലൻഡിലെ പ്രിസൺ അറിയപ്പെട്ടിരുന്നത്. ദ റോക്ക് എന്ന പേരിൽ നിക്കോളാസ് കേജിന്റെ ഒരു മൂവിയൊക്കെ ഇതിനെപ്പറ്റി ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അത്രയ്ക്ക് പ്രശസ്തി ആർജിച്ചതും കുപ്രസിദ്ധി ആർജിച്ചതുമായിട്ടുള്ള ഒരു ഐലൻഡാണത്. അൽക്കാട്രസ് ഐലൻഡിന്റെ നല്ലൊരു വ്യൂ ഇവിടുന്നും ഉണ്ട്. മൊത്തം പിയർ 39 ഫേമസ് ആയിരിക്കുന്നത് നമുക്ക് സീ ഫുഡ് കഴിക്കുന്നതിനും അതേപോലെ തന്നെ നല്ല കോഫി ഷോപ്പുകളും പിന്നെ ടൂറിസ്റ്റുകൾക്കൊക്കെ വന്ന് കാഴ്ചകൾ കണ്ടു പോകുന്നതിനും ഒക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ പിയർ 39. നമ്മൾ അമേരിക്കയെ പറ്റി കേൾക്കുന്നുണ്ട്, വലിയ സിറ്റികളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. പക്ഷെ നമ്മളെ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന വളരെ നാച്ചുറൽ ബ്യൂട്ടി ഉണ്ട്. യോസമിറ്റി എന്ന് പറയുന്ന അമേരിക്കയിലെ കാലിഫോർണിയയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് ഹൈക്കിങ്ങുകാരുടെ ഒരു സ്വപ്ന ഭൂമിയാണ്. ഹൈക്കിങ് നിങ്ങൾക്ക് അറിയാമല്ലോ, എത്ര വലിയ മല കാണുന്നോ അതിന് മുകളിലെല്ലാം വലിഞ്ഞു കയറുക എന്നുള്ളത് ഇവിടുത്തുകാർക്കൊരു ഹോബിയാണ്. അവരുടെ ഒരു സ്വപ്ന ഭൂമിയാണ്. ഹാഫ് ഡോം എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹൈക്കിങ് ഏരിയ ഇവിടെയുണ്ട്. നമുക്ക് ഹാഫ് ഡോമിന്റെ ഏറ്റവും മുകളിൽ വരെ കയറുന്നതിനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ ഏകദേശം അതിൻ്റെ ഒരു പരിധി വരെ നമ്മൾ കയറുന്നുണ്ട്. നിങ്ങളെയും അവിടെ വലിച്ച് കയറ്റുന്നുണ്ട്. നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഏകദേശം അതിനോടൊക്കെ ചേർന്ന് വരുന്നതോ ഒരു പൊടിക്ക് മുന്നിൽ പോകുന്നതോ ആയിട്ടുള്ള തരത്തിലുള്ള പ്രകൃതി സൗന്ദര്യം ഇവിടെയുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞങ്ങൾ കാണിച്ചു തരാം. യോസമിറ്റിയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ റൂമാണിത്. ഇതിൻ്റെ ബാൽക്കണിയിലോട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ഇതാണ്. ഒന്ന് കണ്ടു നോക്ക്. ഈ അരുവിയോട് ചേർന്നാണ് ഈ ഹോട്ടൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം നമ്മൾ ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങി നോക്കുന്നുണ്ട കാണുന്ന ഇതാണ്. ഈ അരുവിയും പിന്നെ ആ കാണുന്ന വലിയ മലകൾ, ഇത്തരം മലകളാണ് ഇവർ ഹൈക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത്ര ധാരാളം മലകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടം നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നതിനും അടുത്ത് താമസിക്കുന്നതിനും പറ്റിയ നല്ല തെളിഞ്ഞ വെള്ളമാണ്. അവിടെ കാണുന്ന ആ ഒരു വലിയ മലയിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. അതുപോലുള്ള ഒരു വലിയ മലയിലേക്കാണ് നമ്മൾ ഹൈക്കിങ്ങിന് കയറാനും പോകുന്നത്. അമേസിംഗ് ആയിട്ടുള്ള പ്രകൃതി ഭംഗിയുടെ ദൃശ്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഹൈക്കിങ്ങും നമുക്കൊന്ന് നടത്തി നോക്കാം. നമ്മളിതാ യോസമിറ്റി നാഷണൽ പാർക്കിലേക്ക് പ്രവേശിക്കുകയാണ്. വയനാട്ടിലൊക്കെ ഉള്ള പോലെ 2 പാറ ഇടുക്കുകൾക്കിടയിലൂടെ കിടക്കുന്ന ഒരു റോഡിലൂടെയാണ് നമ്മൾ ഈ പാർക്കിലേക്ക് പ്രവേശിക്കുന്നത്. കയറിക്കഴിഞ്ഞാൽ വന്യമായ കാടുകൾക്കിടയിലൂടെ വളഞ്ഞു കിടക്കുന്ന മനോഹരമായിട്ടുള്ള റോഡിലൂടെയുള്ള ഡ്രൈവിങ് വല്ലാത്തൊരു അനുഭവമാണ്. സൂര്യപ്രകാശം ഇങ്ങനെ അരിച്ചിറങ്ങുന്നുണ്ട് പൈൻ മരങ്ങൾക്കിടയിലൂടെ. ആ പൈൻ മരങ്ങളുടെ ഒരു സുഗന്ധമൊക്കെ നമുക്ക് ഡ്രൈവിങ്ങിനിടയിൽ അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ പോകുന്ന ഈ റോഡിൻ്റെ സൈഡിലായിട്ട് മേഴ്സ്ഡ് നദി ശാന്തമായിട്ട് ഒഴുകുന്നുണ്ട്. അതിൻ്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. വന്യമൃഗങ്ങൾ ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചോടിക്കണം എന്നുള്ള സൈൻ ബോർഡുകൾ അവിടെ ഇവിടെയുമൊക്കെ വെച്ചിട്ടുണ്ട്. യോസമൈറ്റ് പാർക്കിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ചിലതൊക്കെ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതും കൂടിയാണ്. ഒന്നാമത്തെ കാര്യം, ഈ പാർക്കിൻ്റെ മിക്ക പ്രദേശങ്ങളിലും നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക് ലഭിക്കത്തില്ല. അപ്പോൾ ഫോൺ ചെയ്യുന്നതിനും പിന്നെ GPS ഉപയോഗിക്കുന്നതിനും ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ മാപ്പുകൾ പറ്റുമെന്നുണ്ടെങ്കിൽ കരുതുക.
അല്ലെങ്കിൽ യാത്ര തുടങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ഗൂഗിൾ മാപ്പ് ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതും വളരെ ഉപകാരപ്രദമായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ യോസമൈറ്റ് വാലിക്കുള്ളിൽ ഗ്യാസ് സ്റ്റേഷനുകളില്ല. അതുകൊണ്ട് പാർക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ധനം നിറയ്ക്കാൻ ഓർക്കുക. ഇലക്ട്രിക് ചാർജിങ് വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ചില പരിമിതമായിട്ടുള്ള ചാർജിങ് പോയിന്റുകൾ വാലിയിൽ കൊടുത്തിട്ടുണ്ട്. മറ്റ് ഗ്യാസ് സ്റ്റേഷനുകളില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. വേറൊരു കാര്യം, ഇവിടെയൊക്കെ കാണുന്നത് പോലെ സൈഡിൽ വണ്ടി ഒതുക്കി കൊടുക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. വളരെ വേഗത്തിൽ പോകുന്നവരെ മുന്നിലേക്ക് കയറ്റിവിടുക. എന്നിട്ട് നിങ്ങൾ സാവകാശം ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്ത് വളരെ മെല്ലെ ഡ്രൈവ് ചെയ്ത് പോകുന്നതായിരിക്കും ഈ പാർക്ക് ആസ്വദിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം. പക്ഷെ എന്നെ ഇവിടെ ഏറ്റവും അധികം ആകർഷിച്ചത് മുന്നിൽ കാണുന്ന ആകാശമുട്ടെ വളർന്നു നിൽക്കുന്ന ഭീമാകാരമായിട്ടുള്ള ഈ വലിയ ഗ്രാനൈറ്റ് പാറകൾ തന്നെയാണ്. ഭൂമിശാസ്ത്രപരമായിട്ട് ഈ പാറകൾക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഇത് ലോക പ്രശസ്തമാണ്. അതിന് ചില കാരണങ്ങളുമുണ്ട്. അതായത് ഇതിന്റെ രൂപീകരണത്തിന്റെ ചരിത്രമാണത്. ഏകദേശം 10 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ അടിയിൽ ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ് ഈ ഗ്രാനൈറ്റ് പാറകൾ. പിന്നീട് ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടായിരുന്ന മണ്ണും മറ്റു പാറകളുമൊക്കെ ഒലിച്ചു പോവുകയും ഭൂവൽക്കത്തിന്റെ ചലനങ്ങൾ കാരണം ഈ കൂറ്റൻ ഗ്രാനൈറ്റ് കഷ്ണങ്ങൾ മുകളിലേക്ക് ഉയർന്നു വരികയും ചെയ്യുകയാണ് ഉണ്ടായത്. മറ്റൊന്ന്, യോസമൈറ്റിലെ ഈ പാറകളുടെ ഇന്നത്തെ രൂപത്തിന് കാരണം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഗ്ലേസിയറുകൾ അഥവാ ഹിമാനികളാണെന്നാണ് പറയപ്പെടുന്നത്. കൂറ്റൻ മഞ്ഞുപാളികൾ ഈ താഴ്വരയിലൂടെയൊക്കെ ഇങ്ങനെ ഒഴുകി നീങ്ങിയപ്പോൾ അത് ഗ്രാനൈറ്റ് മലകളുടെ വശങ്ങളിൽ ഇടിച്ച് നിരപ്പാക്കുകയും വലിയ വാലികൾ അങ്ങനെ രൂപപ്പെടുകയും ചെയ്തു. വേറൊരു പ്രത്യേകത, ഇവിടുത്തെ ഗ്രാനൈറ്റ് പാറകളിൽ മറ്റ് പാറകളിലൊക്കെ അപേക്ഷിച്ച് ജോയിൻസ് അഥവാ വിള്ളലുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ഷോഭങ്ങളെയൊക്കെ അതിജീവിച്ച് കുത്തനെയുള്ള ഒരു മതിൽ നിൽക്കുന്നത് പോലെ ഇവിടുത്തെ ഗ്രാനൈറ്റ് പാറകൾ ഇങ്ങനെ ഭംഗിയായി നിലനിൽക്കുകയാണ്. അതിനിടയിൽ കൂടിയൊക്കെ പല സ്ഥലത്തും വെള്ളച്ചാട്ടങ്ങളും ഉണ്ട്. ഈ കുത്തനെയുള്ള പാറകൾ കാണുന്നുണ്ട്. ഇതുപോലൊരു പാറയിൽ കൂടിയാണല്ലോ നമ്മൾ ഹൈക്ക് ചെയ്യേണ്ടത് എന്ന് ഓർക്കുന്നുണ്ട്. നമ്മുടെ കാലിന്റെ അടിപ്പാദത്തിൽ നിന്നൊരു പെരുപ്പിങ്ങനെ തരിച്ചു കയറി വരുന്നുണ്ട്. യോസമൈറ്റ് നാഷണൽ പാർക്കിലൂടെ ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ഒരു സ്ഥലം എൻ്റെ മനസ്സിനെ ഹഠാത് ആകർഷിച്ചു. നിർത്താതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വണ്ടി ഒതുക്കി അതാണ് കണ്ടത്. വെള്ളച്ചാട്ടം മനോഹരമായിട്ടുള്ള രീതിയിൽ ആ പാറകൾക്കിടയിലൂടെ വരുന്ന വെള്ളച്ചാട്ടമുണ്ട്. ഈ റോഡിൽ കൂടെ വാഹനങ്ങൾ പോകുന്നു. ഒരു സൈഡിൽ കൂടെ അവർ മറ്റൊരു ലൈൻ ഒരുക്കിയിട്ടുണ്ട്. അത് സൈക്കിൾ ചവിട്ടിയ ആളുകൾക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അത് ക്രമീകരിച്ചിരിക്കുകയാണ്. അതിനിടയിൽ കൂടി ആളുകൾക്ക് നടക്കാൻ അവിടെ ആൾക്കാർ നടക്കുന്നുണ്ട്. നടക്കാനായിട്ട് തടി കൊണ്ട് ഒരു ബോർഡ് വാക്ക് പോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് അതിനകത്തോട്ട് കയറി നടക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ അങ്ങോട്ട് നോക്കുന്നുണ്ട്. ആ റോഡ് നമ്മൾ അങ്ങോട്ട് പോകുന്നിടത്തെല്ലാം ഇത്തരത്തിലുള്ള മലനിരകളാണ്. നമുക്ക് ഓരോ സ്ഥലത്തും വണ്ടി നിർത്തി ഈ ഭംഗി ആസ്വദിക്കത്തക്ക രീതിയിൽ നമുക്ക് തോന്നും. അതേപോലെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണ് ഒരു ടൂറിസം കേന്ദ്രം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ടൂറിസം സ്ഥലത്തെ പരിപാലിക്കേണ്ടതും ഈ വിധത്തിലൊക്കെയാണ്. ഈ പോകുന്ന വഴിയിലെല്ലാം ക്യാമ്പിങ് സൈറ്റുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ടെൻ്റ് അടിച്ചിട്ട് താമസിക്കുന്നതിനുള്ള സൗകര്യവും അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ റോഡ് സൈഡിൽ കണ്ട ആ അരുവികളിലൂടെ ട്യൂബ് വെച്ച് പോകുന്നതിനുള്ള ക്രമീകരണങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. റോഡിൻ്റെ ഈ 2 വശത്തും ഉയർന്നു നിൽക്കുന്ന ഈ മരങ്ങൾ പ്രധാനമായിട്ടും പൈൻ മരങ്ങളാണ്. പിന്നെ സീഡർ മരങ്ങളുമുണ്ട്. 100-ലധികം അടി ഉയരത്തിലേക്ക് വളരുന്ന മരങ്ങളാണ് ഇതൊക്കെ. ഇത് വനത്തിനുള്ളിലേക്ക് സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നത് തടയുകയും വാലിക്കുള്ളിൽ എപ്പോഴും ഒരു തണുത്ത അന്തരീക്ഷം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹൈക്കിങ് തുടങ്ങാൻ പോകുന്ന കറി വില്ലേജ് എന്ന് പറയുന്ന ഒരു ക്യാമ്പിംഗ് സൈറ്റിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ആ സൈഡിൽ കാണുന്ന വലിയ മലകൾ നിങ്ങൾ കണ്ടില്ലേ? അവിടെയാണ് നമ്മൾ നടന്ന് കയറാൻ പോകുന്നത്. കറി വില്ലേജ് എന്നുള്ള പേര് കേട്ടപ്പോൾ തന്നെ ഇതിന് ഇന്ത്യയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. ഇല്ല. ഡേവിഡ് കറി, ജെനി കറി എന്നിങ്ങനെയുള്ള 2 ദമ്പതികൾ സ്കൂൾ അധ്യാപകരായിരുന്നു. അവരാണ് ഇവിടെ ആദ്യം ഒരു ക്യാമ്പിംഗ് സൈറ്റ് തുടങ്ങിയത്. അവരുടെ ലാസ്റ്റ് നെയിമായിട്ടുള്ള കറി എന്നുള്ള പേരിലാണ് ഇത് കറി വില്ലേജ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. കറി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ലോകത്തെല്ലായിടത്തും നമ്മൾ ഇന്ത്യക്കാരെയാണ് ഓർമ്മ വരുന്നത്. ഈ കറി വില്ലേജ് ഒരു ഗ്ലാമ്പിംഗ് സൈറ്റ് കൂടിയാണ്. ഗ്ലാമറസ് ക്യാമ്പിങ്ങിനുള്ള സൈറ്റാണ്. ഇവിടെ നിന്ന് 1 മൈൽ നമ്മൾ നടന്നു കഴിഞ്ഞാൽ മിസ്ട്രെയിൽ എന്ന് പറയുന്ന നമ്മുടെ ആ ഹൈക്കിങ്ങിൻ്റെ തുടക്ക സ്ഥലത്തേക്ക് നമ്മളെത്തും. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. ഹൈക്കിങ്ങിന് അത്യാവശ്യം വേണ്ട ചില സാധനങ്ങളുണ്ട്. ഒന്ന് ഈ വാക്കിംഗ് സ്റ്റിക്കാണ്. 2 എണ്ണം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. 1 എണ്ണമാണെങ്കിലും അത്രയെങ്കിലും വേണം. പിന്നെ ബൂട്ടാണ്. നമുക്ക് ഗ്രിപ്പ് വേണം. പല സ്ഥലത്തും നമ്മൾ സ്ലിപ്പാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ഗ്രിപ്പ് വേണം.
പിന്നെ ഹൈക്കിങ്ങിൻ്റെ പാൻറ്റും ഹൈക്കിങ്ങിൻ്റെ ടീഷർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഒരു ബാക്ക് പാക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. വെള്ളം വേണം, അവിടെ ഒന്നും ആരും വെള്ളം വെച്ചുകൊണ്ട് നാരങ്ങ കട വെച്ചുകൊണ്ടിരിപ്പില്ല. പിന്നെ ക്യാപ്പ് വേണം, വെയിലടിക്കാതിരിക്കുന്നതിനുള്ള സൺസ്ക്രീൻ ഇഷ്ടം പോലെ വേണം. ബ്യൂട്ടി കോഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ ഒരു 2 പാട്ട സൺസ്ക്രീനെങ്കിലും മേടിച്ചുകൊണ്ട് വരേണ്ടത് അത്യാവശ്യമാണ് എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിച്ചു കൊള്ളുന്നു. നല്ല പരപര വെയിലാണ്. വെറും 10 മൈൽ തേരാ പാര നടക്കാൻ പോവുകയാണ്. ഞാൻ ആലോചിക്കുമായിരുന്നു, എൻ്റെ ചെറുപ്പത്തിലേക്ക് 2-3 മൈലൊക്കെ നടന്ന് സ്കൂളിൽ പോകുന്നത് വലിയ കഷ്ടപ്പാടാണ് എന്ന് വിചാരിച്ചിരുന്ന ആളുകളാണ് നമ്മൾ. അമേരിക്കയിലെത്തിയപ്പോൾ ഇവിടെ കാശുള്ളവൻ ബാഗും പുറകിൽ തൂക്കി 10-12 മൈലൊക്കെ നടന്നു പോയിട്ട് എന്തോ വലിയ കാര്യം ചെയ്ത മാതിരി വരുന്നു. ആളുകൾ നാട്ടിൽ ടെൻ്റ് അടിച്ച് വണ്ടി അവിടെ പാർക്ക് ചെയ്ത ടെൻറ്റിനകത്താണ് കിടക്കുന്നത്. ആ ടെൻറ്റിനകത്തൊക്കെ വളരെ ബേസിക് സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തുകാർക്ക്, വലിയ വീടുകളിൽ താമസിക്കുന്നവർക്ക് ഇടയ്ക്കൊരു ആശ്വാസത്തിന് വേണ്ടി ഇങ്ങനെ ചെറിയ ചെറിയ ടെൻറ്റുകളിൽ വന്ന് അവർ താമസിക്കുകയും ഇങ്ങനെ 10-12 മൈൽ വെറുതെ നടക്കുകയും ചെയ്യും. എന്താണല്ലേ. ഇവിടെ മുതൽ നമ്മൾ കുത്തനെയുള്ള കയറ്റം തുടങ്ങുകയാണ് കേട്ടോ. ഇനി പാറക്കെട്ടുകൾക്കിടയിലൂടെ മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമ്മൾ കയറ്റം കയറി മലയുടെ മുകളിലേക്ക് പോവുകയാണ്. നമ്മൾ നടന്ന് ഏകദേശം ഒരു 1/4 ഭാഗം എത്തി കേട്ടോ. ആ പുറകിൽ കാണുന്ന ആ വലിയ മല കാണാം. താഴെ ആ വെള്ളച്ചാട്ടം നമുക്ക് താഴെ കാണാൻ പറ്റും. ഒരു 1/4 ഭാഗത്തോളമേ എത്തിയിട്ടുള്ളൂ. ഇനി കിടക്കുന്നു മുകളിലോട്ട് കയറാൻ. ഇവിടുത്തെ അന്തേവാസികൾ, അതായത് ഒരു അണ്ണാനൊക്കെ നമ്മുടെ അടുത്ത് വന്ന് കുശലം ചോദിച്ചിട്ട് പോയിട്ടുണ്ട്. അണ്ണാൻ മാത്രമല്ല കേട്ടോ, വേറെ ഐറ്റംസും ഉണ്ട്. ആളുകൾ കൂടി നിൽക്കുന്ന കണ്ടുകൊണ്ടാണ് നോക്കിയത്. പൂച്ചയുടെയും പുലിയുടെയും ഒക്കെ വർഗ്ഗത്തിൽപ്പെട്ട വേറൊരു സാധനം ഇവിടെയുണ്ട്. ബോബ് ക്യാറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ വാല് ചെറുതായിരിക്കും, മുറിച്ചതുപോലെ തോന്നിക്കുന്ന വാലുകൾ ഉള്ളത് കൊണ്ടാണ് ബോബ് ക്യാറ്റ് എന്ന പേര് വന്നത്. ചാരനിറവും തവിട്ട് നിറവും കലർന്ന ശരീരത്തിൽ കറുത്ത പുള്ളികളും വരകളും ഒക്കെ ഉണ്ട്. ബോബ് ക്യാറ്റ് പൂച്ചകളേക്കാൾ വലുപ്പം കൂടിയതാണ്. അതുകൊണ്ട് തന്നെ അകലം പാലിച്ച് നിൽക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കയറി ഏകദേശം ഒരു പകുതിയാകുന്നതിന് താഴെ വരെ എത്തി. മിസ്റ്റ് പോളിന്റെ ഒരു പാർട്ട് ഇവിടെ ഉണ്ട്. പാലത്തിൽ നിന്ന് ആൾക്കാർ ഈ കാഴ്ച കാണുന്നത് നമുക്ക് നോക്കുന്ന നല്ലൊരു കാഴ്ചയാണ്. അവിടെ വന്ന് പാലത്തിൽ നിന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കിയത് വെള്ളച്ചാട്ടം എങ്ങും ആയിട്ടില്ല, ഇനി മുകളിലോട്ട് കിടക്കുന്നേ ഉള്ളൂ എന്ന്. വീട്ടിൽ വെച്ച് ഒരു ബക്കറ്റ് വെള്ളം കോരട എന്ന് മമ്മി പറഞ്ഞപ്പോൾ അത് ചെയ്യാത്തതിന്റെ ശിക്ഷയാണെന്ന് തോന്നുന്നു അമേരിക്കയിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള ഹൈക്കിംഗ് വഴിയൊക്കെ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഏതാണ്ട് 3/4 ഭാഗത്തോളമായി മോളിൽ കാണുന്ന അതാണ് ഇതിന്റെ എൻഡ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം മിസ്റ്റ് ഉണ്ട്. നമ്മളിതാ ഇതിൻ്റെ മുകളിലേക്ക് കയറി പോകുന്നത് 600-ലധികം കുത്തനെയുള്ള കരിങ്കൽ പടവുകൾ കയറിയാണ്, സ്റ്റെപ്പുകൾ കയറിയാണ് ഇതിൻ്റെ മുകളിലേക്ക് എത്തുന്നത്. നമ്മൾ ഏകദേശം ഇതിൻ്റെ മേളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അന്യായമായിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. താഴെ നമുക്ക് റെയിൻബോ വന്നിട്ടുണ്ട്. ഈ റെയിൻബോയുടെ ഭംഗി അവിടെ ഉണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് മേളിലോട്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും ടോപ്പിൽ വരെ കയറി പോകാനുള്ള സ്റ്റെപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിലൂടെ ഒഴുകുന്നത് മേഴ്സിഡ് നദിയിലെ വെള്ളമാണ്. ട്രെയിലിൽ ഉടനീളം ഇങ്ങനെ മിസ്റ്റ് വരുന്നത് കൊണ്ടാണ് ഇത് മിസ്റ്റ് ട്രെയിൽ എന്നറിയപ്പെടുന്നത്. മുകളിൽ കാണുന്ന വെള്ളച്ചാട്ടം വെർണാൽ ഫോൾസ് എന്ന വെള്ളച്ചാട്ടമാണ്. 137 അടി ഉയരെയാണ് ഈ വെള്ളച്ചാട്ടം. അങ്ങനെ നമ്മൾ യോസമൈറ്റ് മിസ്റ്റ് ഫോൾസിന്റെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ്. താഴെ നിന്ന് നമ്മൾ കണ്ട ഭാഗം ഇവിടെയാണ്. ഇങ്ങനെ ഇവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് വെള്ളച്ചാട്ടമായിട്ട് ചാടി അങ്ങ് താഴോട്ട് ഒഴുകി പോകുന്നത്. 5080 മീറ്റേഴ്സ് ആണ് നമ്മൾ നടന്നു കയറിയത്. പല സ്ഥലത്തും പടികൾ അവർ ക്രമീകരിച്ചിട്ടുള്ളത് കൊണ്ട് നല്ലൊരു അനുഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ ഉച്ചിയും കുത്തി വീഴുന്നതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. നിങ്ങളിവിടെ വരികയാണെങ്കിൽ ബൂട്ട് ഇട്ടോട്ട് വരിക. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫായിട്ടുള്ള പാൻറ്റോ ഒരു ജാക്കറ്റോ എല്ലാം കരുതുന്നത് നല്ലതായിരിക്കും. കാരണം നല്ല മിസ്റ്റാണ് ഇവിടെ. അതുപോലെ തന്നെ ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ 2 സ്റ്റിക്ക് വാക്കിംഗ് സ്റ്റിക്ക് കയ്യിൽ കരുതുക. അത് ഹൈക്കിങ്ങിന് പ്രത്യേക സ്റ്റിക്കുണ്ട്, അതും കൂടെ കയ്യിൽ കരുതുക. നല്ലൊരു അനുഭവമാണ്. ഇനി നമ്മൾ താഴോട്ടിറങ്ങാൻ പോവുകയാണ്. സാൻ ഫ്രാൻസിസ്കോയിൽ ഞങ്ങൾ വന്നപ്പം താമസിച്ച ഹോട്ടലാണിത്. ഹോട്ടൽ സഫയർ എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കായ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് വരെ നമ്മൾ റോബോ ടാക്സി എടുത്തുനിന്ന് പോകാൻ പോവുകയാണ്. നമ്മുടെ ടാക്സി ഇവിടെ എത്തിയിട്ടുണ്ട്. ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന റോബോ ടാക്സിയെ പറ്റി വളരെ വിശദമായ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ കൊഞ്ചം പോയി പാറുങ്കോ. ഇന്ന് നമ്മുടെ വിഷയം റോബോ ടാക്സി അല്ല, ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ആണ്. റോബോ ടാക്സി എടുത്തു വന്നത് സാൻ ഫ്രാൻസിസ്കോയിലെ പ്രശസ്തമായ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് കാണാനാണ്. പക്ഷെ ചതിച്ചത് ആശാരെ ചതിച്ചു, പ്രകൃതി നമ്മളെ ചതിച്ചു. ബ്രിഡ്ജിന്റെ പകുതി മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ബാക്കി പകുതി ഭാഗം മൂടൽമഞ്ഞ് കൊണ്ട് മൂടിക്കിടക്കുകയാണ്. 1937 പണി കഴിപ്പിച്ച ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. 2.7 കിലോമീറ്റർ നീളമുള്ള ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണിത്. ശക്തമായ കടൽക്കാറ്റും മൂടൽമഞ്ഞും ഭൂകമ്പ സാധ്യതയും ഒക്കെ അതിജീവിച്ച് ഇങ്ങനെ ഒരു പാലം പണിയുക സാധ്യമല്ലെന്ന് അക്കാലത്ത് പലരും പ്രവചിച്ചിരുന്നു. ഈ പാലത്തിന്റെ പ്രത്യേകത ഇന്റർനാഷണൽ ഓറഞ്ച് എന്നുള്ള ഇതിന്റെ ഒരു പ്രത്യേക നിറമാണ്.
ഈ പ്രദേശത്ത് എപ്പോഴും മൂടൽമഞ്ഞ് ഉണ്ടാകുന്നത് കൊണ്ട് കപ്പലുകൾക്ക് ഈ പാലം കാണുന്നതിന് ഈ കളറ് പ്രത്യേകമായിട്ട് സഹായിക്കുന്നുണ്ട്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുന്നതിന് പിന്നിൽ കൃത്യമായ ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥാപരവുമായ ചില കാരണങ്ങളുണ്ട്. പസഫിക് സമുദ്രത്തിൽ നിന്നുള്ള ഈർപ്പമുള്ളതും ചൂടുള്ളതുമായ വായു കാലിഫോർണിയ തീരത്തെ കഠിനമായ തണുപ്പുള്ള കടൽ വെള്ളത്തിന് മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് തണുക്കുന്നു. വായു തണുക്കുമ്പോൾ അതിലെ നീരാവി ഘനീഭവിച്ച് വലിയ രീതിയിൽ മൂടൽമഞ്ഞ് രൂപപ്പെടുന്നു. മലനിരകൾക്കിടയിൽ സമുദ്രത്തിൽ നിന്നും ഉൾക്കടലിലേക്ക് വായുവിന് കടന്നു പോകുവാൻ ഒരേ ഒരു ഇടുങ്ങിയ വഴിയേ ഉള്ളൂ. അതാണ് ഗോൾഡൻ ഗേറ്റ് കടലിടുക്ക്. സമുദ്രത്തിൽ നിന്ന് വരുന്ന മഞ്ഞ് മുഴുവൻ ഈ ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഉള്ളിലേക്ക് ഇരച്ചു കയറുന്നത്. അവിടെ തന്നെയാണ് കൃത്യമായി ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നതും. കാലിഫോർണിയയിലേക്ക് ചരക്ക് കയറ്റി അയക്കുന്ന ഒരു ഗഫൂർ ഖാ ദോസ്ത് തിരിച്ചുവിട്ടോ ദാസനും വിജയനും അവർ എത്തേണ്ടിടത്തെത്തിയോ എന്നുള്ളതൊന്നുമല്ല ചോദ്യം. നമ്മൾ കാലിഫോർണിയയിലെത്തി. കാലിഫോർണിയ സുന്ദരിയാണ്. പ്രകൃതി ഭംഗി കൊണ്ടും ടെക്നോളജി കൊണ്ടുമൊക്കെ നമ്മളെ അമ്പരപ്പിക്കാൻ പല കാര്യങ്ങളും ഇവിടെയുണ്ട്. നിങ്ങൾ എന്താണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്, പലയിടത്തും സ്വസ്ഥമായിട്ട് ഇരുന്നുകൂടെ എന്ന് പലരും ചോദിക്കാറുണ്ട്. മനുഷ്യൻ്റെ ഈ യാത്ര ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ യാത്രയും അവരോട് കൂടെ ഉണ്ടായിരുന്നു. യാത്രകളാണ് മനുഷ്യനെ മനുഷ്യനാക്കിയത്. അത് ഇനിയും തുടരും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.